إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا ربكم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ഈ മസ്ജിദിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് സീരിയസായി ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ആജിലൻ ശിഫ നൽകുമാറാകട്ടെ. ആ സഹോദരന്റെ കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും സമാധാനവും സബറും നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുകയും നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ പകുതിയിലെത്തിയിരിക്കുന്നു നമ്മൾ. അല്ലാഹുവിന്റെ ഈ നിഅമ അത് വേഗം വന്ന് തിരിച്ചു പോകുന്ന ഒരു അതിഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് പല വിജയങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സഹാബത്തിനെയും അവരുടെ എണ്ണം വളരെ കുറവായിരുന്നിട്ടും അവരുടെ ആയുധങ്ങളും അവരുടെ വാഹനങ്ങളും ഒക്കെ കുറവായിരുന്നിട്ടും അവരെ വിജയിപ്പിക്കുകയും മുശ്രിക്കുകൾ കുഫാറുകൾ അവരെണ്ണത്തിലും അവരുടെ ആയുധങ്ങളിലുമൊക്കെ മുൻപിലായിരുന്നിട്ടും അള്ളാഹു അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത ബദർ അത് ഈ റമദാനിലാണ് നടന്നതെന്ന് നമുക്കറിയാമല്ലോ. ഇതുപോലൊരു റമദാനിൽ ഹിജറ 2ാമത്തെ വർഷം റമദാൻ 17 യൗമുൽ ജുമുഅ അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ചത്. പിന്നീട് ഹിജറ 8ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തൗഫീഖോടെ മക്ക അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫത്ഹാക്കി കൊടുത്തത്. മക്ക വിജയം അതും റമദാനിലായിരുന്നു, ഹിജറ 8ാമത്തെ വർഷം. അതുപോലെ ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം വല്ലാഹു അലം ഖാദിസിയ യുദ്ധം അത് വിജയിച്ചത് റമദാനിലാണെന്നൊരു അഭിപ്രായമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് പേർഷ്യക്കാരുമായി പ്രസിദ്ധമായ യുദ്ധമുണ്ടായത്. അതുപോലെ വേറെ ചിലർ പറയുന്നുണ്ട് വല്ലാഹു അലം കുരിശ് യുദ്ധക്കാരുടെ കയ്യിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് തിരികെ കിട്ടിയത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത് റമദാനിലായിരുന്നെന്നൊരു അഭിപ്രായമുണ്ട്. വല്ലാഹു അലം. ഇതങ്ങനെയുള്ള ഈ റമദാൻ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നു, ഒരുപാട് ഗുണപാഠങ്ങൾ മുസ്ലിമീങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
അതാ ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന കച്ചവട സംഘം അവരെ ലക്ഷ്യം വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ചുരുക്കം വരുന്ന 300-ൽ പരം 310 ചില്ലറയും ആ എണ്ണത്തിലുള്ള സഹാബത്തും പുറപ്പെട്ടത്. എന്നാൽ അബൂ സുഫിയാൻ ഈ വിവരം മനസ്സിലാക്കുകയും മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. അവരതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അഹങ്കാരത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഒന്നടങ്കം നശിപ്പിക്കാം എന്ന ചിന്തയോടെ അവരുടെ ആയുധങ്ങളെല്ലാം ഒരുക്കി കൂട്ടി അവർ പുറപ്പെട്ടു. അബൂ സുഫിയാനാകട്ടെ വേറെ വഴിയിലൂടെ രക്ഷപ്പെടുകയും ആ വിവരം അറിയിക്കുകയും ചെയ്തു, ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. പക്ഷേ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെടുന്ന അബൂജഹൽ, അവൻ പറഞ്ഞു ഇല്ല, നമ്മൾ ചെല്ലുക തന്നെ ചെയ്യും ബദറിൽ. എന്നിട്ട് അറബികൾക്ക് വയറ് നിറച്ച് നമ്മൾ ഈ ചരിത്രം കൊടുക്കും, പിന്നെ ഒരാളും നമ്മെ ഭയപ്പെടുത്തുകയില്ല. മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ അവരതാ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇത് മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ സഹാബത്തിനോട് ഇസ്തിശാറ നടത്തുകയാണ്, കൂടിയാലോചിക്കുകയാണ്. അവിടുന്ന് മുഹാജിറുകളോട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മഹാന്മാരായ സഹാബത്തിനോട് ചോദിച്ചു, അബൂബക്കറിനോട് ചോദിച്ചു, അങ്ങനെയുള്ള മുഹാജിറുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ അവരെ നേരിടാൻ ചെല്ലുകയല്ലേ? അവർ വളരെ കുറച്ചാളുകളാണ്. അവർ യുദ്ധം, ഈ ഇങ്ങനെ ഒരു സംഘത്തോടുള്ള ഏറ്റുമുട്ടൽ മുൻകൂട്ടി കണ്ടല്ല പുറപ്പെട്ടത്. മുഹാജിറുകൾ പറഞ്ഞു, അതെ, ഞങ്ങൾ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും അവരോട് തന്നെ, മുഹാജിറുകളോട് തന്നെ വീണ്ടും ആലോചിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. മൂന്നാമതും അവരോട് തന്നെ ആലോചിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് ആളുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇത് ചുരുക്കി വിവരിക്കുകയാണ്. ഫഫഹിമത്തിൽ അൻസാറു അന്നഹു യഅനീഹിം, അപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് മുഹാജിറുകളോടാണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണ്. എന്താണ് കാരണം? അത് പറയാം. ഫബാദറ സഅദ് ഇബ്നു മുആദ്, അപ്പോൾ സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ തലവൻ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദയാണെന്ന് വേറെ ചില റിവായത്തുകളിൽ കാണാം, വല്ലാഹു അലം. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നക തുഅർരിദു ബിനാ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. വകാന ഇന്നമാ യഅനീഹിം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ലിഅന്നഹും ബായഊഹു അലാ അൻ യംനഊഹു മിനൽ അഹ്മർ വൽ അസ്വദ് ഫീ ദിയാരിഹിം, കാരണം അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തത് മദീനയിൽ അവിടെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഉപദ്രവിച്ചാൽ നമ്മൾ അവരെ നേരിടാം എന്നാണ് അവർ കരാർ ചെയ്തിരുന്നത്. ഫലമ്മ അസമ അലൽ ഖുറൂജ്, എന്നാൽ ഇത് മദീനക്ക് പുറത്താണ്, ബദർ മദീനക്ക് പുറത്താണ്, അവിടെ സഹായിക്കാമെന്ന് അവർ ഏറ്റിട്ടില്ല. അവർ ബൈഅത്ത്, അവരുടെ കരാറിൽ അങ്ങനെയില്ല. ഇസ്തശാറഹും ലിയഅലമ മാ ഇൻദഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെന്താണ് അവരുടെ അഭിപ്രായം എന്നറിയാൻ അവരോട് നേരിട്ട് ചോദിക്കുന്നില്ല. മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിക്കുകയാണ്. പക്ഷെ അൻസാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ, അവർ ഈമാനും അവരുടെ വീടുകളും എല്ലാം മുസ്ലിമീങ്ങൾക്ക്, അവരിലേക്ക് ഹിജറ വന്ന അവരുടെ പ്രിയപ്പെട്ടവർക്ക്, ദീനിൽ അവരുടെ സഹോദരങ്ങൾക്ക് ഒരുക്കി വെച്ച ആളുകളായിരുന്നു. ഫഖാല ലഹു സഅദ് റളിയല്ലാഹു അൻഹു, ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലഅല്ലക തഖ്ശാ അൻ തകൂന അൽ അൻസാർ തറാ ഹഖ്ഖൻ അലൈഹാ അല്ലാ യൻസുറുക ഇല്ലാ ഫീ ദിയാരിഹാ, ഓ നബിയെ, താങ്കൾ വിചാരിക്കുന്നുണ്ടാകും അൻസാറുകൾ അവരുടെ നാട്ടിൽ വെച്ച് മാത്രമേ താങ്കളെ സംരക്ഷിക്കുകയുള്ളൂ എന്ന്. വഇന്നി അഖൂലു അനിൽ അൻസാർ, ഇതാ അൻസാറുകളുടെ നേതാവാണ് ഞാൻ, അൻസാറുകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. വഉജീബു അൻഹും
ഫദ്അൻ ഹൈതു ശിഅ്ത. ഓ റസൂലേ, താങ്കൾ എങ്ങോട്ടേക്കാണ് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മളെയും കൊണ്ടുപോയിക്കോളൂ. വസിൽ ഹബ്ല മൻ ശിഅ്ത. ആരുടെ കയറ് താങ്കൾക്ക് ചേർക്കണോ അത് താങ്കൾ ചേർത്തോളൂ. വഖ്ത ഹബ്ല മൻ ശിഅ്ത. ആരുടേത് മുറിക്കണമോ താങ്കൾ അത് മുറിച്ചോളൂ. വഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത. ഓ റസൂലേ, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്ത് താങ്കൾ ഉദ്ദേശിക്കുന്നു അത് താങ്കൾ എടുത്തോളൂ. വഅഅതിനാ മാ ശിഅ്ത. എന്നിട്ട് എന്ത് ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നോ അത് തന്നോളൂ. വമാ അഖദ്ത മിന്നാ കാന അഹബ്ബ ഇലൈനാ മിമ്മാ തറക്ത. ഓ നബിയെ, താങ്കൾ ഞങ്ങളിൽ നിന്ന് എടുത്തതാണ്, വാങ്ങിയതാണ് ഞങ്ങളിൽ നിന്ന് വാങ്ങാത്തതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം. വമാ അമർത ഫീഹി മിൻ അംരിൻ ഫഅംറുനാ തബഉൻ ലിഅംരിക. ഓ റസൂലേ, താങ്കൾ എന്ത് ഞങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങൾ താങ്കൾക്ക് പിന്നാലെ ഉണ്ട്. ഫവല്ലാഹി, അല്ലാഹുവാണ്, ലഇൻ സിർത ഹത്താ തബ്ലുഗൽ ബർക മിൻ ഗുംദാൻ ലനസിറന്ന മഅക. ഇദാ ബർകുൽ ഗുംദാൻ എന്ന് പറയുന്ന യമനിലെ വിദൂരമായ സ്ഥലമാണ്. അവിടേക്കാണ് ഞങ്ങളെയും കൊണ്ട് താങ്കൾ പോകുന്നതെങ്കിലും ഞങ്ങൾ പിന്നാലെ ഉണ്ട്. വവല്ലാഹി ലഇൻ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹ്ർ ലഇൻ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹ്റ ഖുദ്നാഹു മഅക. ഓ റസൂലേ, ഈ കടലിലേക്കാണ് താങ്കൾ ഞങ്ങളെയും കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ഞങ്ങൾ താങ്കളുടെ കൂടെ ആ കടലിൽ മുങ്ങുക തന്നെ ചെയ്യും. അത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലാ നഖൂലു ലക കമാ ഖാല ഖൗമു മൂസ ലിമൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനോട് പണ്ട് മൂസാ നബി യുദ്ധത്തിന് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും താങ്കളോട് പറയുകയില്ല. അള്ളാഹു പറഞ്ഞല്ലോ സൂറത്തുൽ അൽ-മാഇദയിൽ അവരെ കുറിച്ച്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നന്ദി കെട്ട ഖൗമ് മൂസാ നബിയോട് പറഞ്ഞത്, ഓ മൂസ, താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരിക്കാം, ഞങ്ങളിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുകയില്ല. വലാകിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വമിൻ ബൈനി യദൈക വമിൻ ഖൽഫിക. ഓ നബിയെ, താങ്കളുടെ വലത്തും ഇടത്തും മുൻപിലും പിൻപിലുമെല്ലാം താങ്കളുടെ കൂടെ ഖിതാലിന് ഞങ്ങളുണ്ട്. ഫഅശ്റഖ വജ്ഹു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസുറ ബിമാ സമിഅ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തിളങ്ങുകയുണ്ടായി. അവിടുത്തെ സഹാബത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ അവിടുന്ന് സന്തോഷിക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അതാ മിഖ്ദാദ് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സീറു, നിങ്ങൾ സഞ്ചരിച്ചോളൂ, വഅബ്ശിറു, സന്തോഷിച്ചോളൂ, ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. ഈ രണ്ട് സംഘങ്ങളിൽ ഒന്ന് അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഇന്നി ഖദ് റഅയ്തു മസാരിഅൽ ഖൗം. ഇതിലെ ഓരോരുത്തൻ കൊല്ലപ്പെട്ടു വീഴുന്ന സ്ഥലം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് പുറപ്പെട്ടു. പിന്നീട് എന്തുണ്ടായതെന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ മുഖാമുഖം കണ്ടപ്പോൾ അല്ലാഹുവിനോട് ഇരു കൈകൾ അവനിലേക്ക് ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയുണ്ടായി. ഇതാണ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ചരിത്രം ഇതാണ്, നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രം ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്സത്തുള്ളവരായിരിക്കണം നിങ്ങൾ. മുസ്ലിമീങ്ങളെ നമ്മളൊരിക്കലും അപമാനിതരായി, നമ്മളൊരിക്കലും തലതാഴ്ത്തേണ്ട ആളുകളല്ല, മറിച്ച് നമ്മൾ തലയുയർത്തി നിൽക്കേണ്ട ആളുകളാണ്. നമ്മൾ തൗഹീദിന്റെ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ട ആളുകളാണ്. മുനാഫിഖുകൾ എന്ത് വിചാരിച്ചാലും ശരി, കുഫാറുകളുടെ അരികിൽ, മുശ്രിക്കുകളുടെ അരികിൽ ഇസ്സത്ത് കാണുന്ന അവരുടെ നടപടിക്രമങ്ങളിലും അവരുടെ വേഷവിധാനങ്ങളിലും അവരുടെ നേതൃത്വത്തിലുമൊക്കെ വഞ്ചിതരായി പോയിട്ടുള്ള മുനാഫിഖുകൾ എന്ത് വിചാരിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അന്തിമ വിജയം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. മുനാഫിഖുകളും ഖൽബിൽ രോഗമുള്ള ആളുകളും പറഞ്ഞു, ഇതാ ഇവരുടെ ദീൻ ഇവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, ഇവരുടെ ദീൻ ഇവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, ഇവരിങ്ങനെ ഒന്നുമില്ലാതെ ഇവരെ നേരിടാൻ പുറപ്പെടുകയാണോ എന്ന് ബദറിൽ മുസ്ലിമീങ്ങളെ നോക്കി മുനാഫിഖുകൾ, ഖൽബിൽ രോഗമുണ്ടായിരുന്ന ചില ആളുകൾ അവർ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ്
فإن الله عزيز حكيم. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മനസ്സിലാക്കുക അള്ളാഹു അസീസാണ്. എല്ലാ ഇസ്സത്തിന്റെയും ഉടമ സഹോദരൻ നിന്റെ റബ്ബാണ്. എല്ലാ ഹിക്മത്തും അവന്റെ കയ്യിലാണ്. എവിടെ എന്ത് നടക്കണമെന്ന് റബ്ബ് തീരുമാനിക്കും. ആളുകൾ എന്ത് തീരുമാനിച്ചാലും, ആളുകൾ എന്ത് കുതന്ത്രം കാണിച്ചാലും, അവരെന്ത് കെണികളൊരുക്കിയാലും ശരി, റബ്ബിന്റെ തീരുമാനം എല്ലാത്തിനും മുകളിലുണ്ട്. മുസ്ലിമീങ്ങളെ, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ വളരെ കുറച്ചായിരിക്കുന്ന സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കുന്ന ആളുകളാകാൻ. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. إذ تستغيثون ربكم, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം, നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. നമുക്ക് സഹായം തേടാൻ റബ്ബല്ലാതെ മറ്റാരുണ്ട്? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവാണ് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സഹായം തേടാൻ റബ്ബ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കുന്നവനാകുന്നു. ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അതാ നിങ്ങളുടെ റിദ്ഫായി, നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യുന്ന, തുടരെ റബ്ബ് അയക്കുന്ന മലായിക. അതാ ജിബ്രീൽ വന്നു കുതിരയുടെ മുകളിൽ. അതാ മലായികത്ത് വെള്ള വസ്ത്രം ധരിച്ച് പൊടിമറത്തി വാളുകൾ ഉയർത്തി ബദറിലേക്ക് വന്നു. മുസ്ലിമീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ സഹായം സഹോദരങ്ങളെ മുകളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്നല്ല, മുകളിൽ നിന്നാണ്. അത് മനസ്സിലാക്കിയ മുസ്ലിം അവൻ റബ്ബിൽ തവക്കുലാക്കുന്നവനായിരിക്കും. അവർ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ ആർക്കു വേണ്ടിയും മറച്ചു വെക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ ആർക്കു വേണ്ടിയും വളച്ചൊടിക്കാത്ത, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവനായിരിക്കും മുസ്ലിം. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അതാ താങ്കൾക്ക് മുമ്പുള്ള നബിമാർ അവർ അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവരായിരുന്നു. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടവരായിരുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് പുറമെ ഒരാളെയും ഭയപ്പെടാത്തവരായിരുന്നു. വകഫാ ബില്ലാഹി ഹസീബാ, കണക്ക് നോക്കുന്നവനായി അള്ളാഹു മാത്രം മതി. മുശ്രിക്കുകൾക്ക് എന്ത് സംഭവിച്ചു? അവർക്കെന്താണ് പറ്റിപ്പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ദീനുമായി, യഥാർത്ഥ ദീനുമായി, അള്ളാഹുവിൽ നിന്നുള്ള നൂറുമായി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബികളിലേക്ക് നിയോഗിച്ചു. പക്ഷേ ഖുറൈശികളിൽ അവരുടെ ധിക്കാരം, അവരുടെ തോന്നിവാസം, അവരുടെ കിബർ, ആ ഹഖ് സ്വീകരിക്കാൻ അവരെ സമ്മതിച്ചില്ല. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ. അലം തറ, നീ കണ്ടില്ലേ? ഇലല്ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റാ, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുഫ്റാക്കി മാറ്റിമറിച്ചവരെ നീ കണ്ടില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അള്ളാഹുവാണ്, ഇത് ഖുറൈശികളെ കുറിച്ചാണ്. അവർക്ക് വന്ന നിഅമത്ത് എന്താണ്? അവർക്ക് വന്ന നിഅമത്ത് ഏതാണ്? അത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നിഅമ അള്ളാഹുവിന്റെ നിഅമത്താണ് സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റഹ്മത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ വാക്കുകൾ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞവർ ആ നിഅമത്തിനെ കുഫറാക്കി മാറ്റിമറിച്ചവരാണ്. വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ, നാശത്തിന്റെ ദാർ അവരവരുടെ ഖൗമിന് സ്വന്തമാക്കി കൊടുത്തു. എന്താണ് നാശത്തിന്റെ ഭവനം? ജഹന്നമ യസ്ലൗനഹാ, അവർ കിടന്നെരിയുന്ന നരകമാണത്. വബിഅ്സൽ ഖറാർ, അതെത്ര മോശമായ സങ്കേതമാണ്. ഇതാണ് മുശ്രിക്കുകൾക്ക് പറ്റിയിട്ടുള്ളത്. ശൈത്താൻ അവരുടെ അമലുകൾ അവർക്ക് അലങ്കാരമാക്കി തോന്നിച്ചു കൊടുത്തു. എത്ര വലിയ അപകടമാണത്! നമ്മൾ ഹക്കിലാണെന്ന് വിചാരിക്കുക, നമ്മൾ ബാത്തിലായിരിക്കെ. ഓരോ ദലാലത്തിന്റെ പാതയിലാണ്. അവൻ വിചാരിക്കുന്നു ഞാൻ ഹക്കിലാണുള്ളത്. അവൻ പല വ്യാമോഹങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൈസ ബിഅമാനിയികും വലാ അമാനിയി അഹ്ലിൽ കിതാബ്. നിങ്ങളുടെ വ്യാമോഹമോ അഹ്ലുൽ കിതാബിന്റെ വ്യാമോഹമോ അല്ല നടക്കാൻ പോകുന്നത്. നടക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്.
അള്ളാഹുവിന്റെ ദീനിൽ, അവന്റെ യഥാർത്ഥ ദീനിൽ ആരുണ്ടോ അവനാണ് വിജയമുള്ളത് ഈ ലോകത്തും പരലോകത്തും. ശൈത്താൻ അവരെ വഞ്ചിച്ചു കളഞ്ഞു. അള്ളാഹു പറഞ്ഞില്ലേ, وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ مِنْكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ وَاللَّهُ شَدِيدُ الْعِقَابِ. അതാ ബദറിന്റെ ആ യുദ്ധഭൂമിയിൽ സുറാഖത്ത് ഇബ്നു മാലിക് അൽ കിനാനി, കിനാന ഗോത്രക്കാർ, അവർ മുശ്രിക്കുകൾക്ക് വല്ല ഉപദ്രവവും വരുത്തി വച്ചേക്കുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതാ ശൈത്താൻ കിനാന ഗോത്രക്കാരനായ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ വേഷത്തിൽ വന്നിട്ട് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്നാരുമില്ല, വഇന്നീ ജാറുൻ ലക്കും, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്നിട്ട് മലായികത്ത് അതാ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവനവന്റെ മടമ്പുകാലുകളിൽ തിരിഞ്ഞുപോയി. അവൻ പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹി, അല്ലാഹുവിനെ ഭയമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്നവൻ പറഞ്ഞത് സത്യമാണ്, അല്ലാഹുവിനെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞത് കളവാണ്. വേറെ ചിലർ പറഞ്ഞു, അവൻ അല്ലാഹുവിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ ശിക്ഷ, അതാണ് അവൻ ഉദ്ദേശിച്ചതെന്ന്. അവൻ പിന്തിരിഞ്ഞുപോയി. അതാ ശൈത്താൻ അവരെ കൈവിട്ടു. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ശൈത്താൻ. അവൻ തിന്മകൾക്ക് പ്രേരിപ്പിക്കും. തിന്മകൾ ചെയ്യുമ്പോൾ അവൻ ശക്തിപ്പെടുത്തും. അവൻ നമുക്കത് ജീനത്താക്കി കാണിച്ചു തരും. എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ എത്തിയാൽ അവൻ കൈവിട്ടുപോകും. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക. ശൈത്താനെ പോലെ അവൻ മനുഷ്യനോട് കാഫിറാകൂ എന്ന് പറഞ്ഞു. കാഫിറായി അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായപ്പോൾ അവനതാ പറയുന്നു, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്. അവൻ പിന്തിരിഞ്ഞു പോകും. അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ബദർ അത് നമുക്കൊരുപാട് പാഠങ്ങൾ നൽകി തരുന്നു. അത് നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്നു. ബദറിന്റെ ആളുകൾ അസ്ഹാബ് ബദർ, അവരാണ് സഹാബത്തിൽ ഏറ്റവും മുന്തിയ സഹാബ. അൽ അശറത്തുൽ മുബശ്ശറൂൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബ. അവരെ കഴിഞ്ഞാൽ അസ്ഹാബ് ബദർ, ബദറിൽ പങ്കെടുത്ത സഹാബത്ത്, അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആരാണ് ഔലൻ നാസി ബി ബദർ, ഔലൻ നാസി ബി അസ്ഹാബി ബദർ? ബദറിൽ ആളുകളോട് ഏറ്റവും അടുപ്പമുള്ളവർ, ബന്ധമുള്ളവർ സഹോദരങ്ങളെ ആരാണ്? ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്നവർക്കാണോ? ബദരീങ്ങളെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നവർക്കാണോ? ഓ സഹോദര, നിനക്ക് പ്രയാസമുണ്ടായാൽ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ, ഖുൽ നാദിയം മുസ്തൻജിദ യാ അഹ്ല ബദർ അശ്ശുഹദാ, ബദർ ശുഹദാക്കളെ എന്ന് നീ വിളിച്ചോളൂ എന്ന് പറയുന്നവർക്കാണോ ബദരീങ്ങളുമായി ബന്ധമുള്ളത്? അല്ല, അവർക്ക് ബന്ധമുള്ളത് ബദരീങ്ങളുടെ ശത്രുക്കളായ അബൂജഹലിനോടും കൂട്ടരോടുമാണ്. കാരണം അവരുടെ ആശയമാണ് ഇവർ പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ, സുബ്ഹാനല്ലാഹ്, എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അത് പറയാൻ സാധിക്കും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അവരവരുടെ ജീവൻ വെടിയാൻ തയ്യാറായത് ഈ തൗഹീദിനു വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനു വേണ്ടിയാണ് അവർ പുറപ്പെട്ടത്, അവർ ആയുധമെടുത്തത്, അവർ മരിച്ചു വീണത്, അവർക്ക് പരിക്കേറ്റത്, അവരുടെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടതെല്ലാം തൗഹീദിനു വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആർക്കാണ് അസ്ഹാബ് ബദറുമായി ബന്ധമുള്ളത്? അവരുടെ അഖീദ ആർക്കാണുള്ളത്? അവർക്കാണ്. ഇതാ ബദർ നമുക്ക് നൽകുന്ന പാഠം. ബദറിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ യുദ്ധങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകൾക്കല്ല. രണ്ട് രൂപത്തിൽ മുസ്ലിമീങ്ങളെ ഈ വിഷയത്തിൽ വഴിതെറ്റിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിലെ ജിഹാദ് അതില്ലാത്ത സ്ഥലത്ത് തെറ്റിദ്ധരിപ്പിക്കുക. ജിഹാദ് പാടില്ലാത്ത, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വമോ മുസ്ലിമീങ്ങൾക്ക് ഭരണാധികാരിയോ മുസ്ലിമീങ്ങൾക്ക് ഖുവ്വത്തോ ഇല്ലാത്ത നാടുകളിൽ അത് ആളുകൾ മുസ്ലിമീങ്ങളെ ജിഹാദിന് പ്രേരിപ്പിക്കുക. ഇതാ നിങ്ങളൊക്കെ ഇറങ്ങണം, ആളുകളെ കൊല്ലണം, എന്നിട്ട് ആളുകളെ ചതിച്ചും വഞ്ചിച്ചും, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ബോംബ് വെച്ചും അല്ലാതെയുമൊക്കെ ആളുകളെ വഞ്ചിച്ചു കൊല്ലാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. അതിനുവേണ്ടി സംഘങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തുക. ഇവർ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ജിഹാദ് അസ്ഹാബ് ബദറിന്റെ ആളുകളല്ല, ഇസ്ലാമിന്റെ ജിഹാദിന്റെ ആളുകളല്ല. മറിച്ച് ഈ ലോകത്തും പരലോകത്തും മുസ്ലിമീങ്ങൾക്ക് കുഴപ്പങ്ങൾ വരുത്തി വെക്കുന്ന ആളുകളാണ്.
മുസ്ലിമീങ്ങളെ ഈ ലോകത്തും പരലോകത്തും അപകടത്തിൽപ്പെടുത്തുന്ന ആളുകളാണ് ഈ കൂട്ടർ. മറ്റൊരു കൂട്ടർ അതാ ഇസ്ലാമിന്റെ ശത്രുക്കളെ, കുഫാറുകളെ, മുശ്രിക്കുകളെ അവരെ പ്രീതിപ്പെടുത്താൻ, അവരുടെ കയ്യടി നേടാൻ ഇസ്ലാമിലുള്ള പല വിഷയങ്ങളെയും അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇസ്ലാമിലെ പോലെയുള്ള വിഷയങ്ങളില്ലെന്ന് അവർ പറയുന്നു. ഇസ്ലാമിലെ ഹിജ്റയെ പരിഹസിക്കുന്നു, ഇസ്ലാമിലെ ജിഹാദിനെ പരിഹസിക്കുന്നു. ഇങ്ങനെയുള്ള വൃത്തികെട്ട ആണും പെണ്ണും കെട്ട ചില ആളുകൾ അവരും സഹോദരങ്ങളെ അസ്ഹാബ് ബദറിന്റെ ആളുകളല്ല, മറിച്ച് അസ്ഹാബ് ബദറിന്റെ ആളുകൾ ഇസ്ലാമിന്റെ വിഷയങ്ങൾ, ഇസ്ലാമിലെ ഏതേത് വിഷയങ്ങളാകട്ടെ, അത് ഇസ്ലാമിലെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ഇസ്ലാമിലെ ഹിജ്റയാകട്ടെ, ജിഹാദാകട്ടെ, എന്താണ് ഖുർആനിൽ വന്നത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത്, എന്താണ് സഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, എങ്ങനെയാണ് അഹ്ലുസ് സുന്നത്തിന്റെ മഹാന്മാരായ ഉലമാക്കൾ ആ വിഷയങ്ങൾ മനസ്സിലാക്കിയത്, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അവരെ ഈ ആളുകൾ എന്തു പേരിട്ട് വിളിച്ചാലും, എന്തു പരിഹസിച്ചാലും, എന്ത് കണികൾ ഒരുക്കിയാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല അവനെല്ലാത്തിനും മുകളിലുണ്ട്. സമാഇന് മുകളിൽ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. അവന്റെ കാവലല്ലാതെ ഒരാളുടെ കാവലും നമുക്ക് കാവലേൽക്കുകയില്ല, ഒരാളുടെ സംരക്ഷണവും നമ്മെ രക്ഷിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അംർ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവന്റെ കാര്യം കഴിഞ്ഞിട്ടല്ലാതെ എന്ത് നീ നടക്കാനാണ്? ഇത് നിന്റെ ഖൽബിൽ ഉറപ്പിച്ചാലല്ലാതെ, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നിനക്ക് സംഭവിക്കുകയില്ല. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നിനക്ക് ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് നിന്റെ ഖൽബിൽ നീ ഉറപ്പിച്ചാലല്ലാതെ ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ലെന്നാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ മരണസമയത്ത് പോലും അവരുടെ മക്കളെ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങൾ സത്യസന്ധമായി അത് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അവന്റെ ദീൻ മുറുകെ പിടിച്ച് അവനെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അവരാണ് ബദറിന്റെ അസ്ഹാബിന്റെ ആളുകൾ. ബദറിന്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ആളുകൾ അവരാണ് അഹ്ലുസ് സുന്ന, അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ, അവരാണ് വിജയിച്ച കക്ഷി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്ഷപ്പെട്ട കക്ഷിയിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ ശർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. وفقني الله وإياكم لما يحبه ويرضاه. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, ഇതാ റമദാനിന്റെ പകുതിയിലെത്തിയിരിക്കുന്നു നമ്മൾ. ഇനി വരാൻ പോകുന്നത് റമദാനിലെ വളരെ ശ്രേഷ്ഠതയേറിയ രാവുകളും പകലുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാമീം വൽ കിതാബിൽ മുബീൻ إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. إذا يحكم كتاب ستيم إنا أنزلناه في ليلة مباركة. ഈ കിതാബ് നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തിൻ മുബാറക, ബറക്കത്തായ ഒരു രാവിലാകുന്നു, ഒരു രാത്രിയിലാകുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം താക്കീത് നൽകുന്നവനാകുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, അന്നാണ്, ആ രാത്രിയാണ് എല്ലാ നിർണയിക്കപ്പെട്ട കാര്യങ്ങളും വീതിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദർ അത് മുമ്പേ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ വർഷാവർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദറിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നടക്കുന്ന രാത്രിയാണത്. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ, നമ്മുടെ പക്കൽ നിന്നുള്ള കാര്യം അത് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണെന്ന്. ഇന്നാ കുന്നാ മുർസിലീൻ, ഇന്നാ കുന്നാ മുർസിലീൻ, നാം റിസാലത്ത് അയക്കുന്നവനാണ്, നമ്മുടെ റസൂലുകൾ അയക്കുന്നവനാണ്. റഹ്മതൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താകുന്നു അത്. അവൻ സമീആണ്, അവൻ അലീമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الله ذا പറയുന്നു إنا أنزلناه في ليلة القدر. إذا القرآن നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്. شهر رمضان الذي أنزل فيه القرآن. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളതെന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോൾ അത് റമദാനിലാണ്. وما أدراك ما ليلة القدر. അതിന്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് എന്തറിയാം ലൈലത്തുൽ ഖദറിനെ കുറിച്ച്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ അന്ന് ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകതയുണ്ട്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അതാ ഭൂമിയിലെ കല്ലുകളെക്കാൾ, ഭൂമിയിൽ എത്ര ചരൽ കല്ലുകളുണ്ടോ അതിനേക്കാളും എണ്ണമുള്ള അള്ളാഹുവിന്റെ മലായിക, അതുപോലെ റൂഹ് ജിബ്രീൽ ഇറങ്ങി വരുന്ന രാത്രിയാകുന്നു അത്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അനുമതിയോടെ എല്ലാ കാര്യങ്ങളുമായി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതാ ഫജ്ർ ഉദിക്കുന്നതുവരെ ആ രാത്രി സലാമാണ്, സമാധാനമാണ് ആ രാത്രി ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ശൈത്താന്മാരുടെയും ഷർറിൽ നിന്ന് ആ രാത്രിയെ സലാമാക്കിയിരിക്കുന്നു, രക്ഷപ്പെട്ടതാക്കിയിരിക്കുന്നു. ഈ പുണ്യമേറിയ ഒരുപാട് ഖൈറടങ്ങുന്ന രാത്രി വരാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇതാ നമുക്ക് മുന്നിലുള്ള ഈ ദിവസങ്ങളിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വളരെയധികം പ്രയത്നിച്ചിരുന്നു, നന്നായി മറ്റുള്ള ദിവസങ്ങളെക്കാളും ശ്രദ്ധിച്ചിരുന്നു ആ ദിവസങ്ങളിൽ. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, كان رسول الله صلى الله عليه وسلم إذا دخل العشر أحيا الليل وأيقظ أهله وجد وشد المئزر. رسول الله صلى الله عليه وسلم അവസാനത്തെ പത്തായാൽ രാത്രി ജീവിപ്പിക്കുമായിരുന്നു, അവിടുത്തെ കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. അതുപോലെ വജദ്ദ, നന്നായി അധ്വാനിക്കുമായിരുന്നു. വശദ്ദൽ മിഅ്സർ, അവിടുത്തെ അരമുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ത്രീകളെ ഒഴിവാക്കുകയും നന്നായി അധ്വാനിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ ഭാര്യമാരെ സമീപിക്കാതെ അഥവാ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ അതുപോലെ നന്നായി അധ്വാനിക്കുവാനും. ഇങ്ങനെ ആണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, അവിടുന്ന് തന്റെ മുണ്ട് മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان يجتهد في العشر الأواخر ما لا يجتهد في غيره. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത അതിനേക്കാളും നന്നായി അവിടുന്ന് ഇജ്തിഹാദ്, നന്നായി അധ്വാനിക്കാറുണ്ടായിരുന്നു ഖൈറാത്ത് ചെയ്യുന്ന വിഷയത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്തുകൊണ്ടാണത്? ഇതാ പുണ്യമേറിയ അള്ളാഹു ഒരുപാട് ഖൈർ വെച്ചിട്ടുള്ള ദിവസങ്ങളാണ് വരാനുള്ളത്. സഹോദരങ്ങൾ, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. അത് അള്ളാഹുവിന്റെ തൗഫീഖില്ലായ്മയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യാതായി പോകരുത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതാ ഈ ദിവസങ്ങളിലാണ് ഇഅ്തികാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഇഅ്തികാഫിന്റെ താല്പര്യം എന്താണ്? അതായത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സാദുൽ മആദിൽ പറഞ്ഞിട്ടുള്ളതുപോലെ റമദാനിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു. സാധാരണ അത് ഹലാലാണ്, പക്ഷേ അതിൽ ഫുദൂലായ പലതും നമ്മൾ ഒഴിവാക്കുകയാണ്. അധികമായത് പലതും നമ്മൾ ഒഴിവാക്കുന്നു. ഭക്ഷണം, വെള്ളം, സംസാരം അത് കുറക്കുന്നു. ഫുദൂലുൽ കലാം എന്നതുപോലെ നമുക്ക് സാധാരണ അനുവദനീയമായ കാര്യമാണ് ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുക എന്നത്. അതും റമദാനിൽ ഒഴിവാക്കി റബ്ബിനു വേണ്ടി ഒറ്റയ്ക്കിരിക്കുക, റബ്ബിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫിന്റെ താല്പര്യം. റബ്ബിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുക, അതും റബ്ബിനു വേണ്ടി ഒഴിവാക്കുക എന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ഖൽബിന് പല വിധത്തിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അധികമായ ഭക്ഷണം, അധികമായ പാനീയം, അധികമായ സംസാരം, അധികമായ ജനങ്ങളുമായുള്ള കൂടിക്കലറൽ, ഇതെല്ലാം നമ്മുടെ ഖൽബിന് പല കേടുപാടുകളും വരുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കുകയാണ് നമ്മൾ ഈ റമദാനിൽ. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചല്ലോ, ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? ആരാണ് ഇന്ന് നോമ്പുകാരൻ?
ആരാണ് ഇന്ന് ജനാസയെ പിന്തുടർന്നത്? എല്ലാത്തിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ. അതാണ് യഥാർത്ഥത്തിലുള്ള തരീഖുൽ മുസ്തഖീം, ശരിയായ മാർഗം അതാണ്. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നു ജനങ്ങളെ പച്ച ഒഴിവാക്കി ഒറ്റയ്ക്ക് ജീവിക്കലാണ് ഖൈറെന്ന്. വേറെ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നു മുഴുവൻ സമയവും ജനങ്ങളുമായി കൂടിക്കലർന്ന് അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, അതാണ് ഖൈറെന്ന്. ചില ആളുകൾ വിചാരിക്കുന്നു അവർക്ക് ഏതെങ്കിലും ഒരു ഖൈർ കിട്ടിയാലും വേറെ പല ഖൈറും അവർക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് യഥാർത്ഥ ഖൈറിന്റെ യഥാർത്ഥ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയ ആളുടെ നിലപാട് എങ്ങനെയാണ്? ഓരോന്നിനും അയാൾ അതിൻ്റെതായ സമയം കൊടുക്കും. ഓരോന്നിനും അവൻ അതിൻ്റെതായ സമയം കൊടുക്കും. നിസ്കാരത്തിൽ അവൻ ഏറ്റവും നല്ല നിസ്കാരത്തിന്റെ ആളാണ്, ഏറ്റവും നന്നായി സദഖ കൊടുക്കുന്ന ആളാണ്. ജനങ്ങൾക്ക് അവരുമായി കൂടിക്കലരേണ്ട, അവരെ സഹായിക്കേണ്ട, അവർക്ക് സതുപദേശം കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ഏറ്റവും ഖൈറായി അത് ചെയ്യുന്നവനവനാണ്. അതുപോലെ ജനങ്ങളുമായി അകന്നൊറ്റയ്ക്കിരിക്കേണ്ട ഇഅ്തികാഫ് പോലെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും ഖൈറായി അത് ചെയ്തത് അവനാണ്. ഇതാണ് അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടിയ ആളുകളുടെ നിലപാട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഓരോന്നിനും അതിൻ്റെതായ മഖാം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇഅ്തികാഫ് റബ്ബുമായി ഖുൽവത്തിലാകണ്ട, റബ്ബുമായി ഖൽവത്തിലാകണ്ട, അവനുമായി ഒറ്റയ്ക്കിരിക്കേണ്ട അങ്ങനെയുള്ള ഇബാദത്താണ് ഇഅ്തികാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യകാലത്ത് റമദാനിന്റെ ആദ്യത്തെ 10 ആയിരുന്നു ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. പിന്നീട് രണ്ടാമത്തെ 10 അവിടുന്ന് ഇഅ്തികാഫ് ഇരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് അറിയിച്ചു കൊടുത്തു ലൈലത്തുൽ ഖദർ അത് അവസാനത്തെ 10 അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഇഅ്തികാഫ് ഇരുന്നത് അവസാനത്തെ 10 عائشة رضي الله عنها برين أن النبي صلى الله عليه وسلم كان يعتكف العشر الأواخر من رمضان حتى توفاه الله ثم اعتكف أزواجه من بعده. النبي صلى الله عليه وسلم അവിടുന്ന് അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ഭാര്യമാർ അവിടുത്തെ കാലശേഷം പോലും ഇഅ്തികാഫിരുന്നു മസ്ജിദുകളിൽ. സ്ത്രീകൾക്ക് അവർക്കും പുണ്യകരമായ കാര്യമാണ് മസ്ജിദിൽ ഇഅ്തികാഫിരിക്കുക എന്നത്. മറ്റു ഫിത്നകൾ കുഴപ്പങ്ങളൊന്നും അവർ പേടിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ ഒന്നും വരാനില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം ഒരു റമദാനിൽ അവിടുന്ന് ഇഅ്തികാഫിരിക്കാൻ സാധിച്ചില്ല. അവിടുന്ന് ഇഅ്തികാഫിരുന്നില്ല. അവിടുന്ന് അത് ശവ്വാലിൽ ആദ്യത്തെ 10 ഇഅ്തികാഫിരുന്ന് അത് വീട്ടുകയുണ്ടായി. അതുപോലെ അവിടുന്ന് വഫാത്താകുന്ന അവസാനത്തെ ആ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റമദാനിൽ അവസാനത്തെ 20 ദിവസം 2 10കളിൽ ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ പിൻഭാഗത്ത് അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ടെന്റ് കെട്ടി അതിനുള്ളിലായിരുന്നു ഇരുന്നിരുന്നത്. എന്തിനു വേണ്ടി? അത്രയും ഖൽവത്ത് ഉണ്ടാകാൻ, അത്രയും ഒറ്റയ്ക്കിരിക്കുക, റബ്ബിനെ ദിക്ർ ചെയ്ത്, റബ്ബിനോട് ദുആ ചെയ്ത്, ഖൈറായ കാര്യങ്ങൾ ചെയ്ത് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലർ അവർ സഫിയ റളിയല്ലാഹു അൻഹ അവരൊരു ടെന്റ് ഉണ്ടാക്കി. അതുപോലെ അപ്പോൾ സൈനബ് ബിൻത് ജഹ്ഷ് അവർ വേറൊരു ടെന്റ് ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഖൈറാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മത്സരം പോലെ തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഇഅ്തികാഫിരുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാലിലായിരുന്നു ഇഅ്തികാഫിരുന്നിരുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇഅ്തികാഫ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കുല്ലു ഹാദാ തഹ്സീലൻ ലിമഖ്സൂദിൽ ഇഅ്തികാഫ് വറൂഹിഹി. ഇങ്ങനെ റസൂലുള്ളാഹി ഒറ്റയ്ക്കിരുന്നത് ഇഅ്തികാഫിന്റെ റൂഹ് എന്താണ്, ഇഅ്തികാഫിന്റെ ആത്മാവ് എന്താണോ അത് കിട്ടാൻ വേണ്ടിയാണ്. അക്സു മാ യഫ്അലുഹു ജുഹാൽ, ചില വിവരമില്ലാത്ത ആളുകൾ ഇന്ന് ചെയ്യുന്നത് പോലെ. മിൻ ഇത്തിഖാദിൽ മുഅ്തകഫി മൗദിഉ ഉശ്റ, അവർ ഇഅ്തികാഫിന്റെ സ്ഥലം എന്താക്കാണ് മൗദിഉ ഉശ്റ, ആളുകളായിട്ടൊക്കെ ഒന്ന് കൂടിയിരിക്കാൻ, ആളുകളായിട്ടൊക്കെ കൂടിച്ചേരാനുള്ള ഇടമായിട്ടാണ് അവർ ഇഅ്തികാഫിനെ കാണുന്നത്. കൂടിയിരുന്ന് വർത്താൻ പറയാനൊക്കെ. അങ്ങനെയല്ല റസൂലുള്ളാഹി ചെയ്തത്. ജുഹാലുകളുടെ പണിയാണ്. വമജല്ലത്തുൽ ലിസ്സായിരീൻ, അവരെ സന്ദർശിക്കാൻ വരുന്നവരൊക്കെ ആളുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന, അവരൊക്കെ ക്ഷണിക്കുന്നത് പോലെ ഒരിരുത്തം, അത് പാടില്ല. وأخذهم بأطراف الحديث بينهم فهذا لون والاعتكاف النبوي لون. ഇങ്ങനെയുള്ള ജനങ്ങളുടെ ഇഅ്തികാഫ് എവിടെ കിടക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് എവിടെ ഇരിക്കുന്നു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചുരുക്കി പറഞ്ഞാൽ
അത്യാവശ്യത്തിന് മാത്രം ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ സംസാരിക്കുക, അത്യാവശ്യം മാത്രം സംസാരിക്കുക. ബാക്കിയുള്ള സമയം അല്ലാഹുവിലുള്ള ദിക്റിലും ഖുർആനോത്തിലും അതുപോലെ ദുആയിലുമായി സമയം ചെലവഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇഅ്തികാഫിന്റെ സമയത്ത് വീട്ടിലേക്ക് മസ്ജിദിന് പുറത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല, ഖദാഉൽ ഹാജക്ക് വേണ്ടിയല്ലാതെ. എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ആവശ്യങ്ങൾ, അവിടത്തേക്ക് മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല. എത്രത്തോളം അവിടത്തേക്ക് തന്റെ മുടി വൃത്തിയാക്കാൻ, അത് ചെയ്യാൻ അവിടുന്ന് തല മസ്ജിദിന്റെ തൊട്ടപ്പുറത്താണല്ലോ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നീട്ടിക്കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ മുടി ചീകി വൃത്തിയാക്കി കൊടുക്കും. അതിനുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയിരുന്നില്ല. ജനാസ സന്ദർശിക്കുമായിരുന്നില്ല, രോഗിയെ സന്ദർശിക്കുമായിരുന്നില്ല, ജനാസയുടെ പിന്നാലെ പോകുമായിരുന്നില്ല ഇഅ്തികാഫിന്റെ വേളയിൽ. ഇതൊന്നും തന്നെ ഇഅ്തികാഫ്, പൂർണ്ണമായ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ മസ്ജിദ് നിന്ന് പുറത്തു പോകാതെ മസ്ജിദിൽ തന്നെ അതിന്റെ ഇഅ്തികാഫിന്റെ മുഴുവൻ സമയത്തും ഇരിക്കുക എന്നതാണ് ഇഅ്തികാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ഇഅ്തികാഫിൽ പ്രവേശിച്ചിരുന്നത്, എപ്പോഴാണ് പുറത്തുപോയിരുന്നത്? നമ്മൾ പറഞ്ഞല്ലോ അവസാനത്തെ 10 ഇഅ്തികാഫ്. ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅ്തകിഫ് صلى الفجر ثم دخل معتكفه. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി ഫജ്ർ നിസ്കരിക്കും, സുബ്ഹ് നിസ്കരിച്ചിട്ട് തന്റെ ഇഅ്തികാഫിന്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കും. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പകൽ കഴിഞ്ഞ് അന്ന് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത്, എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇഅ്തികാഫിൽ പ്രവേശിക്കും. പക്ഷേ തന്റെ ഈ ടെന്റ് ഉണ്ടല്ലോ, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചിരുന്നത് 21 അന്ന് രാവിലെ സുബ്ഹ് നിസ്കരിച്ചിട്ടായിരുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളും ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാലല്ല 21ാമത്തെ രാവ് നമുക്ക് കിട്ടുകയുള്ളൂ. 20 പകൽ കഴിഞ്ഞ് അന്ന് മഗ്രിബിന് മുമ്പ് തന്നെ ഇഅ്തികാഫിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അവിടുന്ന് തനിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ സ്ഥലത്ത് മസ്ജിദിലെ ആ ടെന്റിൽ പ്രവേശിച്ചിരുന്നത് സുബ്ഹിന് ശേഷമായിരുന്നു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഇമാമുകൾ, 4 ഇമാമുകളടക്കം പല ഉലമാക്കളും വിശദീകരിച്ചിട്ടുള്ളത്. എപ്പോഴാണ് റമദാനിൽ ഈ ഇഅ്തികാഫ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത്? പൂർണ്ണമായി ഇഅ്തികാഫ് ഉദ്ദേശിക്കുന്ന ആളുകൾ, പൂർണ്ണമായും 10 ദിവസം ഉദ്ദേശിക്കുന്ന ആളുകൾ പുറത്തേക്ക് വരേണ്ടത് റമദാൻ അവസാനിച്ചാൽ അവർക്ക് മസ്ജിദിൽ നിന്ന് പുറത്തു പോകാം. റമദാൻ അവസാനിക്കുന്നത് റമദാനിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചാലാണ്. റമദാനിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചാൽ അവർക്ക് മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകാം. ജായിസ്, അനുവദനീയമാണ്. എന്നാൽ അഫ്ളൽ, കൂടുതൽ ഖൈറായിട്ടുള്ളത്, കൂടുതൽ അഫ്ളലായിട്ടുള്ളത് എന്താണ്? അന്നും കൂടി പെരുന്നാളിന്റെ രാത്രി കൂടി മസ്ജിദിൽ കഴിയുകയും എന്നിട്ട് പെരുന്നാളിന്റെ അന്ന് ഫജ്ർ കൂടി മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുകയും എന്നിട്ട് മുസല്ലയിലേക്ക് ഈദ് നിസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്യുക എന്നതാണ് അഫ്ളൽ. പല സലഫുകളും പല മുൻഗാമികളും അത് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതായി പല അസറുകളും കാണാം. ഒരാൾക്ക് ഇഅ്തികാഫ് പൂർത്തിയാക്കാൻ റമദാനിന്റെ അവസാനത്തെ പകൽ, ആ പകൽ സൂര്യൻ അസ്തമിച്ചാൽ മതി. എന്നാൽ അഫ്ളൽ പല സലഫുകളും മുൻഗാമികളായ പലരും ഇഷ്ടപ്പെട്ടിരുന്നത്, ഇമാം മാലിക് അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ടത്. ഇമാം മാലിക് താബികളിൽപ്പെട്ട ആളാണ്. അപ്പൊ താബികളിൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ചെയ്തിരുന്നത് ഈദിന്റെ അന്നാണ് അവർ ഇഅ്തികാഫിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ രൂപത്തിൽ ഈ റമദാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മസാജിദ്